ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ്റെ സംതൃപ്തിയാണ് ത്വയ്യിബ് എന്ന് പറഞ്ഞത്. അനുവദിക്കപ്പെടാൻ പല വഴികളുണ്ട്. പക്ഷേ എല്ലാം അനുവദിക്കപ്പെട്ടതും അത് തരുന്ന ആൾക്ക് സംതൃപ്തിയോടുകൂടെ തന്നതായിക്കോണമെന്നില്ല. ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുകയാണ്, സ്വാഭാവികമായിട്ടും എൻ്റെ മുതലാണ്, എനിക്കിഷ്ടമുള്ള വിലക്ക് വിൽക്കാൻ, കൊള്ളലാഭം വാങ്ങാൻ പാടില്ല എന്നേ ഉള്ളൂ. അത് വാങ്ങിക്കൊണ്ടുപോയ ആൾക്ക് അത് ഉപകാരപ്പെടുന്നതിനനുസരിച്ചാണ് അയാളുടെ മനസ്സംതൃപ്തി ഈ വരുമാനത്തിലുണ്ടാകുക. അപ്പോഴേ തൊയ്യിബാകുള്ളൂ. നമ്മൾ കൊടുത്തത് നല്ല സാധനം തന്നെയാണ്, അയാൾക്കത് കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ അത് നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ, വിറ്റ സാധനം തിരിച്ചെടുക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ചില സാധനങ്ങൾക്ക് ഒരു പക്ഷെ അത് പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും. പക്ഷെ അതൊരു പൊതുവായ പോളിസിയായൊന്നും എടുക്കാൻ പാടില്ല. അയാൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അയാൾ തിരിച്ചു കൊണ്ടുവന്നോട്ടെ, നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുക, എങ്ങനെയെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക എന്നൊരു രീതിയിലേക്ക് നീങ്ങിയാൽ തൊയ്യിബല്ലാതെയാകും. നൽകുന്നവൻ്റെ സംതൃപ്തി, പണം നൽകുന്നവൻ്റെ സംതൃപ്തി, അത് കച്ചവടത്തിലാണെങ്കിലും ദാനധർമ്മങ്ങളിലാണെങ്കിലും എന്തിപ്പോൾ നമ്മൾ മഹലിലൊക്കെ പിരിവെടുത്തുമ്പോൾ നിർബന്ധിച്ച് വാങ്ങിയാൽ തൊയ്യിബല്ലാത്ത മുതലുണ്ടാവും. അപ്പോൾ പിന്നെ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കിയാൽ അതിൽ ദ്വാക്കിജാബത്ത് ഉണ്ടാവില്ല. അത് സമയത്ത് ഒരാൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ട് തരുന്നതാണെങ്കിൽ ഇത് ഏത് വിഷയത്തിനും ബാധകമാണ്. ഇതിന് മാത്രമല്ല, കല്യാണത്തിന് പോയി, അപ്പോൾ 2 ഐറ്റം ഭക്ഷണമുണ്ട്. VIP-കൾക്ക് വേറൊരു ഭക്ഷണം, അല്ലാത്തവർക്ക് വേറൊരു ഭക്ഷണമാണെങ്കിൽ മനസ്സറിഞ്ഞ ഭക്ഷണം അല്ലാന്ന് മനസ്സിലായല്ലോ, കഴിക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെ ഇത് എല്ലാ വിഷയത്തിലും ഈ നോട്ടുണ്ട്. 100% നൽകുന്നതിൻ്റെ സംതൃപ്തി ബോധ്യപ്പെടുന്നതാണ് തൊയ്യിബായ ഭക്ഷണം. ഇപ്പോൾ ഒരു കടലമണി ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക, എന്നാൽ അതെടുത്ത് കിട്ടിയാൾക്ക് കഴിക്കാം. കാരണം കടലമണി നഷ്ടപ്പെട്ട ആള് അതിനെ അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങൂല, പിന്നെ ആ ഭക്ഷണ സാധനം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഉണ്ടാകുക. അപ്പോൾ പിന്നെ അത് കിട്ടിയ ആൾക്ക് എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം, ജായിസാവും, ഹലാലാവും. തൊയ്യിബാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആരുടെ ഈ കടല കൊഴിഞ്ഞാടിയതെന്നൊന്ന് അന്വേഷിക്കെങ്കിലും വേണം. അപ്പോൾ മാത്രമാണ് അയാളുടെ സംതൃപ്തിയെ 100% ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് തൊയ്യിബാകുന്നത്. മനസ്സിലാകുന്ന രൂപത്തിൽ ഒറ്റവാക്ക് ഇങ്ങനെ പറയാം: പണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയാണോ തന്നിട്ടുള്ളത്, തൊയ്യിബായി. 1000 രൂപക്ക് പണിയെടുത്തു, 1500 വാശി പിടിച്ചാൽ സംഗതിയൊക്കെ കിട്ടും, പക്ഷെ സംതൃപ്തിയോടുകൂടെ തരൂല. 1000 രൂപേൻ്റെ ജോലി ചെയ്ത് കൊടുത്തിട്ട് 950 മതി എന്ന് പറഞ്ഞാൽ 950 ഒരു 50 രൂപ ചായക്കായും തരും, തൊയ്യിബായിരിക്കും. സംഗതി കിട്ടിയത് 1000 തന്നെയാണ്. ഇതാണ് വ്യത്യാസം. നമ്മൾ സംസാരിച്ച 2 വ്യക്തികളും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ളവരാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാലും ഒരുപാട് ഷെയ്ഖന്മാരെ കുറിച്ച് നമ്മളുടെ ചരിത്രങ്ങളിലൂടെ പോകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു അജ്മീർ ഷെയ്ഖിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖ് നടന്നുപോയ വഴിയോരങ്ങളിലൂടെ ദീനിലേക്ക് വന്ന ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ അത്ഭുതത്തോട്, അതൊക്കെ സാധ്യമാണോ? കെട്ടുകഥകളല്ലേ, പക്ഷേ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയതും അതൊക്കെ തന്നെയാണ്. ഈ അജ്മീർ ഷെയ്ഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് നിർവചിക്കപ്പെട്ടാൽ പെട്ടെന്ന് വിജയിക്കാൻ കഴിയുമെന്നതാണ്. അപ്പോൾ എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കുന്നതല്ല. ഷാഫി ഇമാമിൻ്റെ ഉദാഹരണം എടുത്താൽ മഹാനവറുകൾ മുഫസ്സിറാണ്, മുഹദ്ദിസാണ്, ഫഖീഹാണ്. പക്ഷെ ഫിഖ്ഹായിരുന്നു ജീവിതത്തിൻ്റെ ദൗത്യം എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ വേഗത്തിൽ വിജയിച്ചു. ഇങ്ങനെ നമ്മളൊക്കെ കാര്യത്തിലുണ്ടാവും. എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വിജയിക്കാം. നമ്മളാരാണോ നാം ആരാണ്, ഞാൻ എന്തിനാണ്, എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്നത് തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വിജയിക്കും. അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു ഉണ്ടായ ഒരു നേട്ടം അതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുകയും ജീവിതത്തിന്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെയാണ് അജ്മീറിലേക്ക് വരുന്നതും ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകുന്നതും. നമ്മളൊക്കെ ആ ഒരു വിഷയം ചിന്തിക്കണം, ജീവിതത്തിന്റെ ദൗത്യം എന്താണെന്ന്. ഖാജ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ്. അത് 2 നിരക്കുണ്ടാവും. ഒന്ന്, റബ്ബാനിയായ ആളുകൾ നമുക്ക് മാർഗദർശനം നൽകുന്നതിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു നല്ലൊരു മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ നമ്മോട് പറഞ്ഞു, ഈ ഇന്ന ജോലി ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ പിന്നെ 2ാമത്തെ വഴിയാണുള്ളത്. അള്ളാഹു നമ്മളെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ വിജയിക്കുക, അതിൽ ആത്മാർത്ഥമായി വിജയിക്കുക. അങ്ങനെ 2ിലൊരു മാർഗമാണുള്ളത്. ആർക്ക് വേണ്ടി ചെയ്യുക എന്നത് ഒഴിവാക്കിയിട്ട് ഇതായിരിക്കും എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വിജയിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിന്റെ സാഹചര്യം അള്ളാഹു തആല മാറ്റിത്തരും, അപ്പോൾ വീണ്ടും മാറി ചിന്തിക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അജ്മീർ ഷെയ്ഖിനെ കുറിച്ചാണെങ്കിലും മറ്റ് മേഖലകളെ കുറിച്ചൊക്കെ പറയുമ്പോഴും
വിമർശനങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആ പ്രദേശത്തെ സാമ്പത്തിക സ്രോതസ്സിൻ്റെ വലിയ ഒരു ഇതുണ്ടാവുമ്പോൾ അതിൻ്റെ കൈകാര്യക്കാരും അതിൻ്റെ ആളുകളും ചെയ്യുന്ന ചില ദുഷ്പ്രവൃത്തി കൊണ്ടാകാം ഇവരൊക്കെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച്? അതൊരു കാരണമായിരിക്കും. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കറാമത്തുകൾ ഉണ്ടാക്കി പറയുന്നതാണ് വലിയൊരു പ്രശ്നമായിട്ട് മാറി. യൂട്യൂബിലൊക്കെ ആകാശത്തിലൂടെ പോകുന്ന പ്ലെയിൻ പോലും അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെ ആശയ അഭിപ്രായമുള്ളവർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാവണല്ലോ. എല്ലാവരും വിശ്വസിക്കണം എന്ന് നമ്മൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ അതേ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾക്കെങ്കിലും. അപ്പം ചില അതിശയോക്തിയുള്ള കാര്യങ്ങൾ ഒരു പക്ഷെ സംഭവിച്ചതായിരിക്കാം, പക്ഷെ അതിൻ്റെ ആ സാഹചര്യം മനസ്സിലാകാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ പറയരുത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാവൂ. ഇല്ലാത്തതൊരിക്കലും പറയരുത്. ഉള്ളത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ സാഹചര്യം, അതിൻ്റെ കോണ്ടസ്റ്റ് മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ മാത്രമാണ് പറയേണ്ടത്. ഈ പറയുന്ന വിഷയത്തിലുള്ള ഈ സൂക്ഷ്മതക്കുറവായിരിക്കാം ഇത്തരം ആളുകൾ ആക്ഷേപിക്കപ്പെട്ടതിൻ്റെ കാരണം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2-3 വ്യക്തിത്വങ്ങളും കേട്ടറിവ് കൊണ്ട് അകലങ്ങളിലാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവർ അനുഭവിച്ച കുറേ വിശേഷങ്ങൾ നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ വായിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മമ്പറന്തങ്ങളെക്കുറിച്ച് നമ്മൾ ആ തലമുറയിൽ നിന്ന് കൈമാറി കിട്ടിയവരെ അറിവ് നേരിട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മമ്പറന്തങ്ങളുടെ ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അത് ബഹുമാനപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവയൊക്കെ 4 തരത്തിലുണ്ടെന്നാണ്. ഒന്ന്, ഞാനൊരു വലിയാണെന്ന് എനിക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. രണ്ടാമത്തത്, ഞാനൊരു വലിയാണെന്ന് എനിക്കറിയാം, മറ്റാർക്കും അറിയില്ല, അറിയരുതെന്ന് ആഗ്രഹമുണ്ട്. മൂന്നാമത്തത്, അയാൾ ഒരു വലിയാണെന്ന് മറ്റുള്ളവർക്കറിയാം, പക്ഷെ അയാൾക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. മൂന്നാമത്തെ. നാലാമത്തെ ഒന്നുണ്ട്, അയാൾക്ക് വിലായത്തുണ്ടെന്ന് അയാൾക്കും അറിയില്ല, മറ്റൊരാൾക്കും അറിയില്ല. നാലാമത്തെ ഉദാഹരണമാണ് 40 മുഅ്മിനീങ്ങൾ ചേർന്നാൽ ഒരാൾ ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ടായിരിക്കും എന്ന് ഹദീസിൽ പറഞ്ഞത്. ഒരു പക്ഷെ അയാൾക്കും അറിയില്ല, മറ്റുള്ളവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല. ചിലത് മറ്റുള്ളവർക്കറിയാം അയാൾ ഒരു കാര്യപ്പെട്ട ആളാണ് എന്ന്, പക്ഷെ അയാൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അത് ഹദീസിലുണ്ട്. റുബ്ബാശാസ അഖ്ബറ മദ്ഫൂം ബിൽ അബ്വാബി ലൗ അഖ്സമ അലല്ലാഹി ലാ ബറ. മുടി ജട കുത്തിയ എത്രയോ ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത് അപ്രകാരം പുലരും. അവർക്ക് അവരെ കുറിച്ചൊരു ധാരണയും കിട്ടിയിട്ടില്ല, പക്ഷെ ആളുകൾക്കറിയാം അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഉണ്ടാവും എന്നത്. വിശദീകരിക്കേണ്ട ഭാഗമാണ്. പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് സ്വന്തം അവനാനറിയാം, മറ്റുള്ളവർക്കറിയില്ല എന്നതാണ്. ഇത്തരം ഔലിയാക്കളെയാണ് സാഇരിങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരൊരു വലിയാണെന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് കാണാം. ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചു പോയ ഒരുപാട് ആളുകളെ ആ നിരക്ക്. നാലാമത്തതാണ്, വലിയാണ് എന്ന് അവർക്കും അറിയാം, മറ്റുള്ളവർക്കും അറിയാം. അതിൻ്റെ ഉദാഹരണമാണ് മമ്പുറം ബാലവി സയ്യിദ് അലവി തങ്ങൾ. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ മഹാനവറുകൾക്കും അറിയാമായിരുന്നു, മറ്റുള്ളവർക്കും അറിയാമായിരുന്നു. ഒരേ കാലത്ത് ഭൗതികമായും ആത്മീയമായും നമ്മുടെ നാട്ടുകാർക്ക് ദിശാബോധം നൽകിയിട്ടുള്ള വലിയൊരു മഹാനാണ് അദ്ദേഹം. പൊതുവെ മമ്പുറത്ത് തങ്ങിയാണ് അദ്ദേഹം ജീവിച്ചതെങ്കിലും ആവശ്യാനുസരണം പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മമ്പറന്തങ്ങൾ നാട്ടിയ കൊടി കാണാൻ പറ്റും. അതായത് അന്നത്തെ ഒരു രീതി എങ്ങനെയാ വെച്ചാൽ, ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രയാസമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ചെന്ന് ഉയരമുള്ള സ്ഥലത്ത് മമ്പറന്തങ്ങൾ ഒരു കൊടി സ്ഥാപിക്കും. അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ആ കൊടിയുടെ താഴ്ഭാഗത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി കുറച്ച് ദിക്റുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കി സാധുക്കൾക്ക് കൊടുത്ത് ദുആ ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ച് പോരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു നാട്ടിലൊരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ആ ദിവസം മടങ്ങി വരുമ്പോൾ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയിട്ട് മമ്പറന്തങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ഈ കൊടി അവിടുന്ന് എടുത്തിട്ട് സ്വലാത്ത് ചൊല്ലി നാട്ടിൽ കൂടെ മൊത്തം ഒന്നിങ്ങനെ നടക്കും, ഒരു ഓർമ്മപ്പെടുത്തൽ. എന്നിട്ട് അവിടെ തന്നെ വന്ന് വീണ്ടും കൊടി നാട്ടിയിട്ട് ദുആ ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്ത് വരും. ഇങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ ധാരാളം ഭാഗങ്ങളിൽ ആ കാലഘട്ടത്തിൽ മമ്പുറം സയ്യിദ് അലവി മൗലദ്ദവീല റളിയല്ലാഹുവിന് കൊടി സ്ഥാപിക്കുകയും ആളുകളുടെ ദീനീ ബോധത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്.